അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ചു തന്നെ. ഗസ US ഏറ്റെടുത്താൽ ഫലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാവില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു. ഫോക്സ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശം. ഫലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കും. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഫലസ്തീനിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടും. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ട്രംപിന്റെ പ്രസ്താവന. അറബ് രാജ്യങ്ങളടക്കം ഇത് അംഗീകരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്തെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കാൻ മാത്രമേ ഇതിലൂടെ കഴിയൂവെന്ന് വിലയിരുത്തലുണ്ട്. ഗസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഗസ ഇടിച്ചു നിരത്തിയ ഇടമാണ്. അവശേഷിക്കുന്നതും പൂർണ്ണമായി നിരത്തും. അവിടെ ഇനി ഹമാസ് അടക്കം ആരുമുണ്ടാവില്ല. ഗസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ്. അമേരിക്ക അതും സ്വന്തമാക്കും. മനോഹരമായി പുനർനിർമ്മിക്കും, ട്രംപ് പറഞ്ഞു. എന്നാൽ എന്ത് അധികാരത്തിലാണ് US ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. ഇതേ ചൊല്ലി വാദപ്രതിവാദങ്ങൾ സജീവമാണ്. ഗസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഫലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. കാനഡ പിടിച്ചെടുത്ത് അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി മാറ്റുന്നത് ഗൗരവമായി പരിഗണിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വർഷം $20,000 കോടി കാനഡയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും ഇതിനേക്കാൾ ഭേദം രാജ്യത്തെ അമേരിക്കയോട് ചേർക്കുന്നതാണെന്നും ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കാനഡയുടെ പ്രകൃതി വിഭവങ്ങളിലാണ് ട്രംപിന്റെ കണ്ണെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ചർച്ചയിൽ ഫലസ്തീനുകൾക്കായി സ്ഥിരം താമസ കേന്ദ്രം ഒരുക്കുന്നതിനെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും ഗസ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു. അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗസയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രഖ്യാപനത്തോട് ഫലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ലെന്നായിരുന്നു ഹമാസിന്റെ മറുപടി. ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഗസയിലെ ജനവാസ മേഖലയിൽ സൈനിക നീക്കം ആഗോള നിയമപ്രകാരം തടഞ്ഞിട്ടുള്ളതാണെന്നാണ് UN മുന്നറിയിപ്പ് നൽകിയത്. ഇതിനിടെ സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് അമേരിക്ക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി. 25% തീരുവ ഈടാക്കാനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. അമേരിക്കൻ സ്റ്റീൽ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടിയെന്ന് വൈറ്റ് ഹൌസ് വിശദീകരിച്ചു. കാനഡ, മെക്സിക്കോ, ചൈന അടക്കം എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാകും. ട്രംപിന്റെ നീക്കം അമേരിക്ക കാനഡ ബന്ധം കൂടുതൽ വഷളാകും. US സർക്കാരിന്റെയും അമേരിക്കൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കണക്ക് പ്രകാരം അമേരിക്കയിലേക്കുള്ള മൊത്തം ഉരുക്ക് ഇറക്കുമതിയുടെ 79% കാനഡയിൽ നിന്നാണ്. ബ്രസീൽ, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളും അമേരിക്കയിലേക്ക് ഉരുക്ക് കയറ്റി അയക്കുന്നുണ്ട്. ചൈന, മെക്സിക്കോ, UAE, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും അമേരിക്കയിലേക്ക് അലുമിനിയം എത്തുന്നത്. പ്രതിരോധം, കപ്പൽ നിർമ്മാണം തുടങ്ങിയ അമേരിക്കയിലെ പ്രധാന വ്യവസായങ്ങൾ കാനഡയിൽ നിന്നുള്ള ഉരുക്കും അലുമിനിയമാണ് ഉപയോഗിക്കുന്നതെന്ന് കാനഡിയൻ മന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാമ്പെയിൻ ചൂണ്ടിക്കാണിച്ചു.